2012 രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കടൽക്കൊല കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇടപെടാനാവില്ലെന്ന് കാണിച്ച ഇറ്റാലിയൻ നാവികർ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. ഇതിനിടയിലാണ് രണ്ട് മറീനുകൾ പ്രതികളായ കടൽക്കൊല കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയോട് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജസ്റ്റിസ് റിതേഷ് സിംഗ് ആവശ്യപ്പെട്ടത്. അന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കാനാണ് NIA ഉദ്യോഗസ്ഥൻ P. വിക്രമനോട് കോടതി ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് NIA കടൽക്കൊല കേസ് ഏറ്റെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിചാരണ ദിനംപ്രതി വേണമെന്നും ഇതിനായി പ്രത്യേക കോടതി രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പട്യാല ഹൗസിൽ രൂപീകരിച്ച പ്രത്യേക കോടതിയാണ് ഇപ്പോൾ NIAയോട് പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിധി ചോദ്യം ചെയ്ത ഹർജിയിൽ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. എന്നിട്ടും കഴിഞ്ഞ 20-ന് പ്രത്യേക കോടതി കേസ് പരിഗണിച്ചു. കോടതിയുടെ ആവശ്യപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ P. വിക്രമൻ ഇന്ന് ഹാജരായപ്പോഴാണ് അന്വേഷണത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക കോടതി ആവശ്യപ്പെട്ടത്. സ്റ്റേയുടെ പശ്ചാത്തലത്തിലും കേസ് പരിഗണിച്ച പ്രത്യേക കോടതിക്കെതിരെ മറീനുകൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. 2012 ഫെബ്രുവരി 15-നാണ് കൊല്ലം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളെ രണ്ട് ഇറ്റാലിയൻ മറീനുകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കടൽക്കൊല കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇടപെടാനാകില്ലെന്ന് കാണിച്ച ഇറ്റാലിയൻ മറീനുകൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് കേസിനായി പ്രത്യേകമായി രൂപപ്പെട്ട കോടതി ദേശീയ അന്വേഷണ ഏജൻസിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പട്യാല ഹൗസിലെ പ്രത്യേക കോടതിക്ക് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഷെറിൻ പുൽക്കോടനൊപ്പം ഞാൻ ലക്ഷ്മി രഞ്ജിത്ത്, TV ന്യൂ, ഡൽഹി.